നമസ്കാരം, എല്ലാവർക്കും ബയോമാസ്റ്റർ പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ സബ്ജക്റ്റ് പാർട്ടിലെ 71ാമത്തെ ചോദ്യം മുതലാണ്. അപ്പോൾ 70ാമത്തെ ചോദ്യം വരെ നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ്റെ ഹിൻഡ് വേർഡ് നമുക്ക് മനസ്സിലാക്കാം, എലിമിനേഷൻ ടെക്നിക്കിലൂടെ നമുക്ക് എളുപ്പം വളരെ വേഗത്തിൽ നമുക്ക് എങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളുടെ ഉത്തരത്തിലേക്ക് എത്താം എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്കിനി വളരെ എളുപ്പത്തിൽ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നോക്കി പോവാം. 71ാമത്തെ ചോദ്യം ഇതാണ്: താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. അപ്പോൾ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ശരിയായവ എന്നുള്ളൊരു വേർഡ് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഓപ്ഷനിലേക്ക് പോകാൻ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കലകളിൽ ഓക്സിജൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പോക്സിയ എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് തന്നെ പറയാം. കാരണം ലോ ലെവൽ ഓഫ് ഓക്സിജൻ ഇൻ ദ ബോഡി ടിഷ്യൂസ് എന്നുള്ളൊരു കണ്ടീഷൻ തന്നെയാണ് ഹൈപ്പോക്സിയ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് 85% കാർബൺ ഡൈ ഓക്സൈഡും കാർബമിനോ ഹീമോഗ്ലോബിനായിട്ടാണ് സംവഹിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ 85% അല്ലെങ്കിൽ മെജോറിറ്റി കാർബൺ ഡൈ ഓക്സൈഡും ആക്ച്വലി അത് ബൈ കാർബണേറ്റ് അയോണുകളായിട്ടാണ് പോവാറ്. ബൈ കാർബണേറ്റ് അയോൺസ് ആയിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വെറും 10% മാത്രമാണ് കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് സംവഹിക്കപ്പെടുന്നത്. അപ്പോൾ അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഹീമോസയാനിൻ ഒരു കോപ്പർ അടങ്ങിയ വർണ്ണവസ്തുവാണ്. ശരിയാണ്, ഹീമോസയാനിൻ എന്ന പിഗ്മെൻറ്റിൽ അടങ്ങിയിരിക്കുന്നത് ഒരു കോപ്പർ ആണെന്നുള്ളത് ശരിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാകുമ്പോൾ തന്നെ നമുക്ക് ബിയും ഡിയും എലിമിനേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, കാരണം 2 ഓൺലി 4 ഓൺലി എന്നാണ് ഓപ്ഷൻ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. പിന്നീടുള്ളത് എയും സിയുമാണ്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ മൂന്നാമത്തേതും ശരിയാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഓപ്ഷൻ എ ആണ് നമുക്ക് ഉത്തരം വരേണ്ടത്. പക്ഷേ ഇനി നാലാമത്തെ ഓപ്ഷൻ ശരിയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ക്യാൻസൽഡ് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് നമ്മൾ വളരെ വേഗത്തിൽ ചാടി കയറി അല്ലേ, ധൃതിയിൽ നമ്മൾ വെറുതെ പെട്ടെന്ന് കയറി ഇത് 1ഉം 3ഉം ശരിയാണല്ലോ, അങ്ങനെയാണെങ്കിൽ വേഗം എ ആൻസർ ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു കാരണവശാലും ആരും ചെയ്യാൻ പാടുള്ളതല്ല. നാലാമത്തെ ഓപ്ഷൻ തീർച്ചയായിട്ടും വായിച്ചു നോക്കുക. താൽക്കാലികമായ ശ്വാസതടസ്സത്തെ ബോർ ഇഫക്റ്റ് എന്ന് അറിയപ്പെടുന്നു. ഒരിക്കലുമല്ല, തെറ്റാണ്. താൽക്കാലികമായ ശ്വാസതടസ്സത്തെ ബോർ ഇഫക്റ്റ് എന്നൊന്നുമല്ല പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടേം ഇല്ല. അതായത് ബോർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ്റെ ഒരു ലോവർ അഫിനിറ്റിയാണ് ഫോർ ഓക്സിജൻ അല്ലേ, ഓക്സിജനോടുള്ള ലോവർ അഫിനിറ്റിയെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ബോർ ഇഫക്റ്റ്. അത് ആക്ച്വലി പാർഷ്യൽ പ്രഷർ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുകയും അതുപോലെ തന്നെ ബ്ലഡ് pH ഡിക്രീസ് ചെയ്യുകയും ഒക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഓക്സിജനോട് ഉള്ള ഈ ഒരു അഫിനിറ്റി, ലോവർ ആയിട്ടുള്ളൊരു അഫിനിറ്റി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് ബോർ ഇഫക്റ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നാലാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്, 1 and 3. ഓക്കെ, ഇതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. EEGയിലെ തരംഗങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. EEG എന്നാൽ ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണ് എന്നെല്ലാവർക്കും അറിയാം അല്ലേ. ബ്രെയിൻ വേവ്സിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാഫ്. അതിൻ്റെ ആ ഒരു റെക്കോർഡിങ്ങിനെയാണ് നമ്മൾ ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറയുന്നത്. ഇലക്ട്രോ എൻസെഫലോഗ്രാമിൽ 4 തരത്തിലുള്ള തരംഗങ്ങൾ, വേവ്സ് ആണ് നമുക്ക് കാണാൻ കഴിയുക. അത് ആൽഫ, ബീറ്റ, തീറ്റ, ഡെൽറ്റ, 4 വേവ്സാണുള്ളത്. ഈ 4 വേവ്സ് നമ്മുടെ ബോഡി 4 തരം കണ്ടീഷനിലായിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ആൽഫ ആണെങ്കിൽ നമ്മളൊരു വളരെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള, ഓക്കെ, നമ്മളൊരു റിലാക്സ്ഡ് വേക്ക്ഫുൾനെസ്സിൽ ഇരിക്കുന്ന ഒരു സമയത്താണ് ആക്ച്വലി ആൽഫ വേവ്സിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുക. ബീറ്റ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ബീറ്റ ഒരു ഇൻറ്റൻസ് മെൻ്റൽ ആക്ടിവിറ്റി നടക്കുന്ന ഒരു സമയത്താണ്, ഇൻറ്റൻസ് മെൻ്റൽ ആക്ടിവിറ്റി ഉണ്ടാവുന്ന ഒരു സമയത്താണ് ആക്ച്വലി ബീറ്റ വേവ്സ് ഡിറ്റക്റ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തീറ്റ വേവ്സ് ആണെങ്കിൽ ചിൽഡ്രൻ ആൻഡ് അഡോൾസൻസിന് ആണ്. തീറ്റ വേവ്സ് എന്ന് പറയുന്നത് കുട്ടികളിലും അതുപോലെ തന്നെ അഡോൾസൻസ് പീരീഡിൽ ഉള്ളവരിലുമൊക്കെയാണ് ഈ ഒരു തീറ്റ വേവ്സ് ഉണ്ടാവുന്നത്. ഇനി ഡെൽറ്റ വേവ്സ് ആണെങ്കിൽ ഡീപ്പ് സ്ലീപ്പിൽ, അപ്പം ഗാഠനിദ്രയിൽ അതൊക്കെ ചോദിക്കാം. ഡീപ്പ് സ്ലീപ്പ്, ഗാഠനിദ്രയിൽ ഉണ്ടാവുന്ന ബ്രെയിനിലെ അല്ലെങ്കിൽ മസ്തിഷ്ക തരംഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡെൽറ്റയാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. ആൽഫ ആണെങ്കിൽ റിലാക്സ്ഡ് വേക്ക്ഫുൾനെസ്സിലാണ്, ബീറ്റ ആണെങ്കിൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള തീവ്രമായിട്ടുള്ള മെൻ്റൽ ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്താണ്, തീറ്റയാണെങ്കിൽ കുട്ടികളിലും അതുപോലെ തന്നെ കൗമാരക്കാരിലുമൊക്കെ ഉണ്ടാവുന്നതാണ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യപ്പെടുന്നതാണ് ഡീപ്പ് സ്ലീപ്പിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം,
പ്രോക്യാരിയോട്ടിക് കോശങ്ങളിൽ DNA ഡാഷ് ആകൃതിയിലാണ്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ്, സർക്കുലർ ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു വളരെ സിമ്പിളായ ചോദ്യം ഇവർ തരുമോ എന്ന് വിചാരിച്ചിട്ട് 4 ഓപ്ഷനിൽ നമ്മൾ വെറുതെ ഹാങ് ചെയ്ത് അങ്ങനെ ഇരിക്കരുത്. ഒരു കാരണവശാലും നമ്മൾ സർക്കുലാർ എന്നുള്ള നിങ്ങളുടെ നമ്മുടെ ഗട്ട് ഫീലിങ്ങിൽ നിന്ന് നമുക്ക് പോകേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണത്. നമുക്കറിയാം പ്രോക്യാരിയോട്ടിക് കോശങ്ങളിൽ DNA സർക്കുലർ ആകൃതിയിലാണ്, ബാക്ടീരിയയിലൊക്കെ അങ്ങനെയാണെന്ന് അറിയാമെങ്കിലും സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം വരുമോ എന്നുള്ള കരുതിയിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് പിന്നെ അത് തെറ്റിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഓവർ തിങ്കിങ് പാടില്ല. അവിടെ ബി ആൻസർ ശരിയാണ്. 74ാമത്തെ ചോദ്യം, ജി പ്രോട്ടീനിലെ ആൽഫ ഘടകം പ്രവർത്തനക്ഷമമാകുന്നത് എപ്പോഴാണ്? അപ്പോൾ നമുക്കറിയാം നമ്മൾ GPCRൻ്റെ ഒരു പാത്വേസ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. മെംബ്രെയിനിൽ ഇങ്ങനെ സ്പാൻ ചെയ്ത് നിൽക്കുന്ന തരം പ്രോട്ടീനാണ് അല്ലേ. ഇത്തരത്തിലുള്ള പ്രോട്ടീനുകളിലേക്ക് ഈ ലിഗാണ്ട് വന്ന് അറ്റാച്ച് ചെയ്യുകയും ഇവിടെ ഇരിക്കുന്ന ആൽഫ, അതുപോലെ തന്നെ ബീറ്റ, പിന്നെ ഗാമ സബ് യൂണിറ്റുകൾ 3 സബ് യൂണിറ്റായിട്ടാണ് ഇരിക്കുന്നത്. അതിൽ ഈ ആൽഫ ഘടകം ശരിക്കും GTPയുമായിട്ട് കണക്റ്റഡ് ആവുമ്പോഴാണ് ഈ ആൽഫ ഘടകം എന്ത് ചെയ്യുന്നത്, GTP പ്ലസ് ആൽഫ ഘടകം വേർതിരിഞ്ഞും ഈ ബീറ്റ ആൻഡ് ഗാമയിൽ നിന്ന് വിട്ട് മാറുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ GTPയുമായി ബന്ധിപ്പിക്കുമ്പോൾ ആണ് ഇതിനെ തുടർന്നാണ് പിന്നീട് അകത്തേക്കുള്ള കൈനേസ് ആക്ടിവിറ്റീസും മറ്റും വളരെയധികം ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഉള്ളിലേക്കുള്ള പ്രവർത്തനങ്ങളെല്ലാം സൈറ്റോപ്ലാസത്തിനുള്ളിലുള്ള പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ട് പിന്നീട് നടക്കുന്നത്. അപ്പോൾ GTPയുമായിട്ട് ആൽഫ ഘടകം ബന്ധിക്കുമ്പോൾ ആണ് ഇവിടെ ആൽഫ ഇത് പ്രവർത്തനക്ഷമമാകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടോട്ടൽ പാത്വേ പ്രവർത്തനക്ഷമമാകുന്നത് അപ്പോൾ തന്നെയാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജി പ്രോട്ടീനിലെ ആൽഫ ഘടകം പ്രവർത്തനക്ഷമമാകുന്നത് GTPയുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോഴാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ ആ ഒരു പാത്വേസും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, പ്ലാസ്മ സ്തരത്തിൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ നിർദ്ദേശിച്ചവർ ആരാണ് എന്നാണ്. 75ാമത്തെ ചോദ്യമാണ്. അത് സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ്. 1972 അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 76ാമത്തെ ചോദ്യം, സസ്തനികളിലെ റൈബോസോമിലെ 60 സബ് യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളതൊക്കെ പഠിക്കണം. 60S 40S ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് പോലെ 50S 30Sലൊക്കെ ഉള്ളത് എന്തെല്ലാമാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ 60S എന്ന് പറയുന്നത് ഇവിടെ ആൻസർ ഇസ് ആക്ച്വലി ബി. 60Sൽ 28 SRRNയും അതുപോലെ 5.8 SRRNA, അതുപോലെ 5 SRRNA, അതുപോലെ 49ഓളം റൈബോസോമൽ പ്രോട്ടീനുകളും കൂടെ ചേർന്നിട്ടാണ് 60S സബ് യൂണിറ്റ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ 40S ഉണ്ട്. 40S ആണെങ്കിൽ അതിൽ 18 SRRNA അല്ലേ. 60 + 40 അല്ലേ വരുന്നത് യുകാരിയോട്സിൽ വരുന്നത്. അപ്പോൾ 60 + 40Sൽ വരുന്നത് 18 SRRNAയും അതുപോലെ തന്നെ ഏകദേശം 33 റൈബോസോമൽ പ്രോട്ടീൻസുമാണ്. 33 റൈബോസോമൽ പ്രോട്ടീൻസുമാണ് വരുന്നത് 40Sലാണെങ്കിൽ. 60ലാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ഒരു ഇൻഡ്യൂസിബിൾ ഓപ്രോണിന് ഉദാഹരണം ഏതാണ്? ഇൻഡ്യൂസിബിൾ ഓപ്രോണാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഡ്യൂസിബിൾ ഓപ്രോണിന് ഉദാഹരണം ഇപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരേ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, ലാക്കോപ്രോണാണ്. ലാക്കോപ്രോണാണ് ലാക്ടോസ് മെറ്റബോളിസം. ഈ കോളിയിലെ ലാക്ടോസ് മെറ്റബോളിസത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കുന്ന ഇൻഡ്യൂസിബിൾ ആയിട്ടുള്ള ഓപ്രോൺ അല്ലെ, അത് ആ ഒരു ലാക്ടോസിൻ്റെ പ്രസൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓപ്രോൺ അല്ലെ ഒരു ഗ്രൂപ്പ് ഓഫ് ജീൻസ് ആണ് ഈ, അല്ലെങ്കിൽ ഓപ്രോൺ എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ജീൻസ് ആണ് അല്ലേ. ഒരു ജീൻ പ്രൊമോട്ടറും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ജീനായിട്ടിരുന്ന് ആക്ട് ചെയ്യുന്ന ഒരു ഓപ്രോൺ യൂണിറ്റ് ആണ്. അപ്പോൾ ഇൻഡ്യൂസിബിൾ ഓപ്രോണിന് ഉദാഹരണം ലാക്കോപ്രോൺ ആണ്. ഇതിനകത്ത് ട്രിപ്റ്റോഫോൺ ഓപ്രോണോ അല്ലെങ്കിൽ റെഡോ അറ്റോ ഒന്നുമല്ല. 78ാമത്തേത്, കോൺജുഗേറ്റീവ് പ്ലാസ്മിഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? കോൺജുഗേറ്റീവ് പ്ലാസ്മിഡ് എന്നറിയപ്പെടുന്നത് എഫ് പ്ലാസ്മിഡ് ആണ്. അതും നമുക്കറിയാം, വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. എഫ് പ്ലാസ്മിഡ് ആണ് കോൺജുഗേറ്റീവ് പ്ലാസ്മിഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. ദെൻ 79ാമത്തെ ചോദ്യം, എഡ്വേർഡ് സിൻഡ്രോം ക്രോമസോം നമ്പർ ഡാഷിൻ്റെ ട്രൈസോമി മൂലമാണ് ഉണ്ടാകുന്നത് എന്നാണ് ചോദ്യം. അത് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നമ്മൾ ജെനറ്റിക്സിൽ വളരെ ഡയറക്റ്റായിട്ട് തന്നെ പഠിക്കുന്ന കാര്യമാണ്. ട്രൈസോമി അറ്റ് 18 ആണ്. അതായത് 18ാമത്തെ ക്രോമസ്ട്രോം നമ്മൾ നോക്കുമ്പോൾ 18ൻ്റെ Q ആം P ആം ഒക്കെ ഉണ്ടല്ലോ, അതിൽ 18ൻ്റെ Q ആമിൽ ഒരു എക്സ്ട്രാ കോപ്പി വരുന്ന ഒരു കണ്ടീഷനാണ് ആക്ച്വലി ഈ ഒരു എഡ്വേർഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈസോമി അറ്റ് 18 ആണ് എഡ്വേർഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതുപോലെ കുറേ സിൻഡ്രോംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ എഡ്വേർഡ് സിൻഡ്രോം ട്രൈസോമി അറ്റ് 18 ആണ്. 18ൻ്റെ ക്രോമസോമിൻ്റെ Q ആമിൽ എക്സ്ട്രാ കോപ്പി വരുന്നൊരു കണ്ടീഷനാണ്. അങ്ങനെ വരുന്നൊരു ട്രൈസോമിയാണ്
ഇത് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 80ാമത്തെ ചോദ്യം, സയനോസിസ് എന്നത്, അതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ അല്ലെ, ലാക്ക് ഓഫ് ഓക്സിജൻ വരുമ്പോൾ നമ്മളുടെ ചർമ്മം, അത് ചെറിയ കുട്ടികളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് കാണുന്നതാണ്, ലാക്ക് ഓഫ് ഓക്സിജൻ കൊണ്ട് ചർമ്മം നീല നിറമാകുന്നൊരു കണ്ടീഷനാണ് സയനോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊന്നിലേക്കും പോകേണ്ട ആവശ്യമില്ല, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. 81ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ഗ്ലൈക്കോലിപ്പിഡുകളുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണ് എന്നാണ്. 81ാമത്തെ ചോദ്യം, അതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് ഗ്ലൈക്കോ ലിപ്പിഡുകളുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഒരു സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെയും റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെയും ഒക്കെ ഫംഗ്ഷൻ്റെ ഒരു ഡിഫറൻസും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. 82ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സ്റ്റോപ്പ് കോഡോൺ അല്ലാത്തത് ഏത്? ഇതിൽ സ്റ്റോപ്പ് കോഡൺ അല്ലാതെ ഒരു സ്റ്റാർട്ട് കോഡൺ ആയിട്ടുള്ള ഒരൊറ്റ കോഡൺ ഉള്ളത് AUG ആണ് അല്ലേ. AUG എന്ന് പറയുന്ന കോഡൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ mRNA-യിൽ അല്ലെ, യൂക്യാരിയോട്ടിക് ആണെങ്കിലും അതുപോലെ പ്രോക്യാരിയോട്ടിക് ആണെങ്കിലും mRNA-യിൽ ഏറ്റവും ആദ്യം വരുന്ന സ്റ്റാർട്ട് കോഡനാണ് AUG എന്ന് പറയുന്നത്. AUG ഫോർ മെത്തിയോണിൻ അല്ലേ. മെത്തിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് AUG. ആക്ച്വലി പ്രോക്യാരിയോട്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊന്ന് മോഡിഫൈഡ് ആയിട്ടുള്ള മെത്തിയോണിനായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ എന്നാലും AUG തന്നെയാണ് അവിടെ സ്റ്റാർട്ട് കോഡനായിട്ട് വരുന്നത്. ഓക്കെ, 83ാമത്തെ ചോദ്യം, A രക്തഗ്രൂപ്പുള്ള ഒരു പുരുഷൻ B രക്തഗ്രൂപ്പുള്ള സ്ത്രീയെ വിവാഹം ചെയ്തു. അവരുടെ ആദ്യ കുഞ്ഞിൻ്റെ രക്തഗ്രൂപ്പ് O ആയിരുന്നു. എന്നാൽ ഈ ദമ്പതികൾക്ക് ജനിക്കാവുന്ന A ഗ്രൂപ്പ് രക്തത്തിലുള്ള കുട്ടികളുടെ സാധ്യത ശതമാനത്തിൽ കണക്കാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പം A രക്തഗ്രൂപ്പുള്ള ഒരു പുരുഷനും B രക്തഗ്രൂപ്പുള്ള ഒരു സ്ത്രീക്കും O രക്തഗ്രൂപ്പുള്ള കുട്ടി ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മൾ പാരൻസിൻ്റെ അവരുടെ ജനറ്റിക് ഫോമുല നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലേ, നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ജനിതക ഘടന നമ്മൾ നോക്കുക. അതിപ്പോൾ ഹോമോസൈഗസ് കണ്ടീഷനാണോ ഹെട്രോസൈഗസ് കണ്ടീഷനാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ നമുക്കൊരു പോസിബിലിറ്റി IA, IO, IBIO ആവാനാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും O ഗ്രൂപ്പിലുള്ള ഒരു കുഞ്ഞുണ്ടായിരിക്കുന്നത്. കാരണം ഇതിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള ഗ്യാമേറ്റുകൾ എന്ന് പറഞ്ഞാൽ IA വരുന്നുണ്ട്, IO വരുന്നുണ്ട്, IB വരുന്നുണ്ട്. ഇതിൽ നിന്ന് വരുന്ന ഗ്യാമേറ്റ് എന്ന് പറഞ്ഞാൽ IO വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ക്രോസ് ചെയ്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് പോസിബിലിറ്റി IA, IB ലഭിക്കാം. അതുപോലെ IA, IO ലഭിക്കാം. ശരിയല്ലേ? ഇനി IO, IB അതായത് B ബ്ലഡ് ഗ്രൂപ്പ് കിട്ടും. ദെൻ IO, IO ദാറ്റ് മീൻസ് O രക്തഗ്രൂപ്പുള്ള ഒരു കുട്ടിയും കിട്ടും. അപ്പോൾ ഇതിൻ്റെ 4 ഓഫ് സ്പ്രിങ്സ് ആണ് അവിടെ വന്നിരിക്കുന്നത്. 4 ഓഫ് സ്പ്രിങ്സിനും എന്ന് പറയുമ്പോൾ നമ്മൾ 100% നോക്കുമ്പോൾ 25 പോസിബിലിറ്റിയാണ് അവിടെ ഉള്ളത്. തീർച്ചയായിട്ടും 25% അല്ലേ. A ഗ്രൂപ്പ് രക്തത്തിലുള്ള കുട്ടികളുടെ A ഗ്രൂപ്പ് ജനിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 25% ആണ്. A ഗ്രൂപ്പ് മാത്രമല്ല, അവർക്ക് ഉണ്ടാവുന്ന ഈ 4 ഏതൊക്കെ ഗ്രൂപ്പാണ് ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യത? AB, A, B, O 4 വരാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ 4 വരാനുള്ള സാധ്യത 25% തന്നെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. ബണ്ടിൽ ഓഫ് ഹിസ് 84ാമത്തെ ചോദ്യമാണ്. ബണ്ടിൽ ഓഫ് ഹിസ് എന്നത് സുപ്പീരിയർ വീന കേവിക്ക് അടുത്തായി കാണപ്പെടുന്നത്, AV നോഡിൽ നിന്നും തുടങ്ങുന്നത്, സിസ്റ്റോളിക് പ്രഷർ നിയന്ത്രിക്കുന്ന ഭാഗം, പൾസിനെ നിയന്ത്രിക്കുന്ന ഭാഗം. അപ്പോൾ ഹൃദയവും ഹൃദയത്തിൻ്റെ ഘടനയും ഹൃദയത്തിൻ്റെ ഫംഗ്ഷനും ഒക്കെ നന്നായി പഠിച്ചിട്ടുള്ള നമുക്ക് ബണ്ടിൽ ഓഫ് ഹിസ് എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അത് AV നോഡിൻ്റെ അല്ലെങ്കിൽ ആ AV നോഡിൻ്റെ അവിടെ നിന്ന് തുടങ്ങുന്നതാണ്. AV നോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ അടുത്ത ഒരു വെൻട്രിക്കിളിൽ നിന്നും അല്ലെ ആ ഒരു എന്താ പറയുക ഏട്രിയത്തിൽ നിന്നും, ഇപ്പോൾ ഹൃദയത്തിൻ്റെ അറകൾ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഇത് ഏട്രിയൽ അറയാണിത് വെൻട്രിക്കിളാണെങ്കിൽ A2 വെൻട്രിക്കിൾ അല്ലേ, ആട്രിയം ടു വെൻട്രിക്കിൾ ഇലക്ട്രിക് സിഗ്നൽസിനെ പാസ് ചെയ്ത് വിടാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ആട്രിയത്തിൻ്റെ ലെഫ്റ്റ് ഇവിടെ സൈഡിലായിട്ട് ഇവിടെ ഒരു നമുക്ക് റൈറ്റ് സൈഡിലായിട്ടൊരു SA നോഡ് നമുക്ക് കാണാൻ പറ്റും. ആ SA നോഡിൽ നിന്ന് തുടങ്ങി പിന്നെ AV നോഡിലേക്ക് ആ ഇലക്ട്രിക്കൽ സിഗ്നൽസ് പാസ് ചെയ്യുകയും AV നോഡിൽ ആ ഇലക്ട്രിക്കൽ സിഗ്നലുകളെ അടുത്ത വെൻട്രിക്കിളിലേക്ക് പാസ് ചെയ്യുകയും ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് AV നോഡിൽ നിന്നും തുടങ്ങുന്നതാണെന്നുള്ളതാണ് ശരിയായ ഉത്തരം. 85ാമത്തെ ചോദ്യം, ആൻറ്റിജൻ ആൻറ്റിബോഡി പ്രതിപ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത് ഏതാണ്? സദൺ ബ്ലോട്ടിംഗ്, നോർത്തേൺ ബ്ലോട്ടിംഗ്, വെസ്റ്റേൺ ബ്ലോട്ടിംഗ്, ഈസ്റ്റേൺ ബ്ലോട്ടിംഗ്. ഇതിൽ നമുക്ക് നിസ്സംശയം പറയാവുന്ന കാര്യമാണ് വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ആണെന്നുള്ളത്
അല്ലേ? കാരണം പ്രോട്ടീൻസിൻ്റെ സാമ്പിളിലെ പ്രോട്ടീൻസിനെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടാണ് വെസ്റ്റേൺ ബ്ലോട്ടിങ് ചെയ്യുന്നത്. വെസ്റ്റേൺ ബ്ലോട്ടിങ് ചെയ്യുന്നൊരു മെത്തേഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആദ്യം സാമ്പിൾ പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ ജെൽ ഇലക്ട്രോഫോറസിസ് ചെയ്യും, അല്ലേ? അതിനുശേഷം അതുപോലെ പ്രോട്ടീൻ ട്രാൻസ്ഫർ, പിന്നെ അതുപോലെ ബ്ലോക്കിംഗ്, ആൻറ്റിബോഡി ഇൻക്യുബേഷൻ, അല്ലേ, പ്രോട്ടീൻ ഡിറ്റക്ഷൻ, വിഷ്വലൈസേഷൻ, ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ വെസ്റ്റേൺ ബ്ലോട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും ഈ ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി പ്രതിപ്രവർത്തനമാണ് അവിടുത്തെ ബേസിക് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ വരുന്നത് നമുക്ക് പറയാം വെസ്റ്റേൺ ബ്ലോട്ടിങ്ങിൽ. ഓക്കെ, അടുത്ത ചോദ്യം 86ാമത്തെ ചോദ്യമാണ്. മ്യൂട്ടേഷൻ്റെ ഫലമായി ഹോമോജെൻറ്റസിക് ആസിഡ് ഓക്സിഡേസിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന പാരമ്പര്യ രോഗം ഏതാണ് എന്നാണ് ചോദ്യം. 86ാമത്തത് എ ആണ്, ആൽകാപ്റ്റോനൂറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫിനൈൽ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്, അതിൻ്റെയും അതുപോലെ തന്നെ ടൈറോസിൻ, ഫിനൈൽ അലാനിൻ ടൈറോസിൻ മെറ്റബോളിസം വലിയൊരു മെറ്റബോളിക് പാത്വേ തന്നെ ഇതിനുണ്ട്. ഫിനൈൽ അലാനിൻ ടു ടൈറോസിൻ ഇത് പല പാത്വേസിലേക്കും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഫിനൈൽ അലാനിൻ ടൈറോസിൻ പാത്വേയിൽ ഉണ്ടാവുന്ന ഈ ഒരു മാറ്റങ്ങളുടെ അല്ലെങ്കിൽ നടക്കുന്ന പാത്വേസിൽ ഒരുപാട് എൻസൈമുകൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു എൻസൈമിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൽകാപ്റ്റോനൂറിയയിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫിനൈൽ അലാനിൻ്റെ ഒരു ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ സംഭവിക്കുകയാണ്. കാരണം അവിടെ ഒരു പർട്ടിക്കുലർ എൻസൈം ഇല്ല. ആ എൻസൈമിൻ്റെ പേരാണ് ഹോമോജെൻറ്റസിക് ആസിഡ് ഓക്സിഡേസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പാത്വേ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഹോമോജെൻറ്റസിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ആസിഡ് ഇവിടെ ഒരു പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. പക്ഷേ ഈ ഹോമോജെൻറ്റസിക് ആസിഡിനെ അപ്പോൾ തന്നെ അതിനെ ഓക്സിഡൈസ് ചെയ്ത് മാറ്റണം, ആൽകാപ്റ്റോണായിട്ട് മാറ്റണം. ഹോമോജെൻറ്റസിക് ആസിഡ് ഓക്സിഡൈസ് ആണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഹോമോജെൻറ്റസിക് ആസിഡ് ഓക്സിഡൈസ് എന്ന് പറയുന്ന എൻസൈം അവിടെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും ഹോമോജെൻറ്റസിക് ആസിഡ് അങ്ങ് ലെവൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അതായത് അവിടെ ഓക്സിഡേഷൻ പൂർണ്ണമായി നടക്കുന്നില്ല, ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷനാണ് ഫിനൈലാനിൻ്റെ നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹോമോജെൻറ്റിക് ആസിഡ് ഇപ്പോൾ കൂടി വന്നത്. ഇങ്ങനെ ഹോമോജെൻറ്റസിക് ആസിഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് യൂറിനിലൂടെയൊക്കെ പുറത്ത് വരുന്നൊരു കണ്ടീഷനാണ്. അപ്പോൾ അത് ആൽകാപ്റ്റോൺ ആയിട്ടാണ് മാറേണ്ടത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ യൂറിനിലൂടെ പുറത്തെത്തിയതിന് ശേഷം അത് എയറിൽ അത് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്ന ഒരു രീതി കാണാറുണ്ട്. അപ്പോൾ യൂറിൻ്റെയൊക്കെ കളറ് ബ്ലാക്ക് ആയിട്ട് വരുന്നൊരു രീതിയിൽ ആൽകാപ്റ്റോനൂറിയയുടെ ഒരു സിംറ്റമായിട്ട് നമ്മളത് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഹോമോജെൻറ്റസിക് ആസിഡിൻ്റെ ആ ഒരു ഇൻക്രീസ്ഡ് ലെവൽ കൂടുക അങ്ങനെ. പക്ഷേ ഹോമോജെൻറ്റസിക് ആസിഡിന് ഒരു ഓക്സിഡേഷൻ നടക്കുന്നതും ഇല്ല. അങ്ങനെ ഒരു കണ്ടീഷനാണ് ശരിക്കും ആൽകാപ്റ്റോനൂറിയയിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഈ ഒരു പാത്വേയിൽ തന്നെയുള്ളൊരു രോഗം കൂടെയാണ് കേട്ടോ. ആൽബിനിസവും ഒക്കെ അതിനകത്ത് വരുന്നതാണ്. അതുപോലെ ടൈറോസിനേസ് ഒക്കെ എൻസൈം ഇല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആ ഒരു പാത്വേയിലുള്ള ഒരു കമ്പോണൻറ്റ് എന്താണോ അതിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യും, അല്ല? അതുപോലെയാണ് ഇവിടെ ഹോമോജെൻറ്റസിക് ആസിഡും ഇൻക്രീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാഗ് പോളിമറൈസ് വേർതിരിച്ചെടുക്കുന്നത് ഏതിൽ നിന്നാണ്? 87 PCR നമ്മൾ ടാഗ് പോളിമറൈസ് ആണ് ഉപയോഗിക്കുന്നത്, നമുക്കറിയാം, അല്ലേ? ഇപ്പോൾ ടാഗ് പോളിമറൈസ് 87ാമത്തെ ചോദ്യത്തിൽ ഉത്തരം തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് ടാഗ് പോളിമറൈസ് വേർതിരിച്ചെടുക്കുന്നത്. തെർമസ് ബോക്കസോ തെർമസ് അക്വാട്ടിക്കസ് എന്ന ഫംഗസോ ഒന്നുമല്ല, തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ്. അതിൽ നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരു ഉത്തരമാണ്. 88ാമത്തെ ചോദ്യം, ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ ഭാഗമായി കണ്ടെത്തിയതിൽ ഏറ്റവും കൂടുതൽ ജീനുകളുള്ള ക്രോമസോം ഏതാണെന്നാണ്. ഏറ്റവും കൂടുതൽ ജീനുകളുള്ള ക്രോമസോം 1 ആണ്. അതിവിടെ തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 88ാമത്തേൻ്റെ ഉത്തരം ഡി ആണ്, ഇവയൊന്നുമല്ല എന്നുള്ളതാണ്. വൈ ക്രോമസോം എന്ന് പറഞ്ഞാൽ അത് ഫ്യൂവർ നമ്പർ ഉള്ളതാണ്. അത് വെറും 231 ഓളം ജീനുകളെ അതിനകത്തുള്ളൂ. അതേസമയം ക്രോമസോം 1 എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ കണക്കൂട്ട് നോക്കുകയാണെങ്കിൽ 3168 വരെയോളം പിന്നെ ജീനുകൾ അതിനകത്ത് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ഉത്തരം. അടുത്ത ചോദ്യമാണ്, AZT അസിഡോതൈമിഡിൻ എന്ന മരുന്ന്, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ്, HIV-ക്കെതിരെ ഉപയോഗിക്കാനായിട്ട് FDA അനുമതി നൽകിയ ആദ്യ മരുന്നാണ്. അടുത്ത ചോദ്യം 90 ഓഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ട്യൂബുലർ ഓഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് തന്നെ അങ്ങനെയാണ്, അല്ലേ? അതായത് ബ്ലഡ് ക്യാപ്പിലറീസിൽ നിന്നും അതുപോലെ ആ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് ആയിട്ടുള്ള പിന്നെ റീനൽ ഇൻഡസ്ട്രീഷ്യസിലേക്ക് സെക്രീറ്റ് ചെയ്യുന്ന ഓരോരോ മിനറൽസിനെയും മറ്റുമൊക്കെ സെക്രീറ്റ് ചെയ്യുന്നൊരിതിനാണ് നമ്മൾ ഓഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്യൂബുലാർ സെക്രീഷനാണ് ഓഗ്മെൻറ്റേഷൻ. ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോസസ്സാണ്. അങ്ങനെ ഒരു സെക്രീഷൻ നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് വാട്ടർ റിട്ടൈൻ ചെയ്യാനും അതുപോലെ തന്നെ ആവശ്യമില്ലാത്തതിനെ പുറത്തേക്ക് കളയാനും യൂറിനിലൂടെ പുറത്തേക്ക് കളയാനും പറ്റുന്നത്. അപ്പോൾ ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറഞ്ഞാലും ഓഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അടുത്ത ചോദ്യം,
ടൈപ്പ് 1 അക്യൂട്ട് അലർജിയുമായി ബന്ധപ്പെട്ടത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഇമ്മ്യൂണോഗ്ലോബിനാണ്? അത് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. IgE ടെസ്റ്റൊക്കെ ചെയ്യാത്തവർ വളരെ കുറവായിരിക്കും. അലർജി ടെസ്റ്റുകളൊക്കെ നമ്മൾ എന്തെങ്കിലും മരുന്നൊക്കെ എടുക്കുന്ന സമയത്ത് IgE ടെസ്റ്റ് നമ്മൾക്ക് ചെയ്യാറുണ്ട്. IgE ടെസ്റ്റ് എന്ന് പറയുന്നത് അലർജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ടെസ്റ്റാണ് അല്ലേ. IgE ലെവലൊക്കെ നോക്കുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബിൻ E ആണ് ടൈപ്പ് 1 അക്യൂട്ട് അലർജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. 95ാമത്തത് കൂട്ടത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശരിയല്ലാത്ത പ്രസ്താവന എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നോക്കണം, വാസോപ്രസിനെ ആൻറ്റി ഡയറോട്ടിക് ഹോർമോൺ എന്നറിയപ്പെടുന്നു. അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ ശരിയല്ലാത്തതാണ് നമുക്ക് നോക്കേണ്ടത്. ബി, സൊമാറ്റോസ്റ്റാറ്റിൻ ഒരു റിലീസിങ് ഹോർമോണാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ സൊമാറ്റോട്രോപ്പിനും സൊമാറ്റോസ്റ്റാറ്റിനും ഒക്കെ ആലോചിക്കുന്നു. ദെൻ സെറട്ടോളജി കോശങ്ങളാണ് പുരുഷ ഹോർമോൺ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ അല്ല, സെറട്ടോളജി സെൽസാണ്. അപ്പോൾ അവിടെ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ വരികയാണ് അല്ലേ. ഇങ്ങനെ സെറട്ടോളജി കോശങ്ങളാണ് പുരുഷ ഹോർമോൺ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു കൺഫ്യൂഷനൊക്കെ വന്നതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്, ഇത് ഡിലീറ്റഡ് ആണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ. 96ാമത്തെ ചോദ്യം വളരെ ഡയറക്റ്റാണ്. ഇന്ത്യ ഉൾപ്പെടുന്ന സൂജിയോഗ്രഫിക്കൽ റെലം ഏതാണ്? അപ്പോൾ സൂജിയോഗ്രഫിക്കൽ റെലംസ് എല്ലാം പഠിക്കണം. അതിനകത്ത് ഏതൊക്കെ പിന്നെ നമ്മുടെ ഒരു ടോപ്പോഗ്രഫി അതെല്ലാം നമ്മൾ നോക്കണം. ഇന്ത്യ ഉൾപ്പെടുന്ന സൂജിയോഗ്രഫിക്കൽ റെലം എന്ന് പറയുന്നത് ഓറിയൻ്റൽ റെലമാണ്. ഓക്കെ. അപ്പോൾ ഏതൊക്കെയാണ് ഈ പാലിയാട്രിക്കും അതുപോലെ തന്നെ നിയോട്രോപ്പിക്കൽ, നിയാട്രിക് എന്നൊക്കെ പറയുന്ന ഓരോ റെലംസാണ് അല്ലേ. അതിൽ വരുന്ന കൺട്രീസ് ഏതാണ്, അവിടെ എന്തെല്ലാം ജീവികൾ കാണുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ സൂജിയോഗ്രഫിയിൽ നമുക്ക് പഠിക്കാനുണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്. ഓക്കെ. 96A ആണ്, ഓറിയൻ്റലാണ്. അടുത്ത ചോദ്യം 97, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓക്കെ. അതിൽ നേറ്റാലിറ്റി എന്നത് മരണനിരക്കിനെ സംബന്ധിച്ചതാണ്. തെറ്റ്. അലോപാട്രിക് സ്പീഷീസിന് കാരണം റീപ്രൊട്ടക്റ്റീവ് ഐസൊലേഷനാണ്. തെറ്റാണ്. ഡാർവിൻ ഫിഞ്ചുകൾ അഡാപ്റ്റീവ് റേഡിയേഷന് ഉദാഹരണമാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്, നമുക്കറിയാം. എന്നാലും 4ാമത്തെ നോക്കാം. ഇൻഡസ്ട്രിയൽ മെലാനിസം പ്രകൃതി നിർദ്ധാരണത്തിന് ഉദാഹരണമല്ല എന്നാണ് പറയുന്നത്. നാച്ചുറൽ സെലക്ഷന് ഉദാഹരണമല്ല. ഈ നമുക്ക് ഇൻഡസ്ട്രിയൽ മെലാനിസം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ബട്ടർഫ്ലൈ, കറുത്ത നിറമാകുന്ന ബട്ടർഫ്ലൈയും വെളുത്ത നിറമാകുന്ന ബട്ടർഫ്ലൈയും അതിൽ അല്ലേ കറുത്തത് സർവൈവ് ചെയ്യുന്നു, വെളുത്തത് സർവൈവ് ചെയ്യുന്നില്ല. ഇൻഡസ്ട്രിയൽ പിന്നെ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് അല്ലേ ഫാക്ടറികളിൽ നിന്നൊക്കെ കരിയും പുകയും പിടിച്ച മരങ്ങളിലേക്ക് വെളുത്ത ചിറകുള്ള ശലഭങ്ങളിരുന്നപ്പോൾ അതിനെ പെട്ടെന്ന് തന്നെ കണ്ടെത്തി, അതേസമയം കറുത്ത ശലഭങ്ങളിരുന്നപ്പോൾ കണ്ടില്ല. അപ്പോൾ അതൊക്കെ നാച്ചുറൽ സെലക്ഷൻ തന്നെയാണ്. അപ്പോൾ പ്രകൃതി നിർദ്ധാരണത്തിന് ഉദാഹരണമല്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ ആകെ ശരിയുള്ളത് C മാത്രമേ ഉള്ളൂ. 97 C ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 98 ക്യുമുലസ് സൂഫോറസ് കാണപ്പെടുന്നത് എവിടെയാണ്? അതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. A ആണ്, ഗ്രാഫിൻ ഫോളിക്കിളാണ് അല്ലേ. നമ്മളിപ്പോൾ ഓറീസ് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു ഊസൈറ്റ് അതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ഒവേറിയൻ ഫോളിക്കിളിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കാണപ്പെടുന്ന അടുത്ത് കാണുന്ന ഗ്രാനുലോസ സെല്ലുകളാണ് ആക്ച്വലി ഒരു ക്ലസ്റ്റർ ഓഫ് സെല്ലുകളെയാണ് നമ്മൾ ക്യുമുലസ് സൂഫോറസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഗ്രാഫിൻ ഫോളിക്കിളാണ് അത് കാണുന്നത്. അടുത്തത് 99ാമത്തെ ചോദ്യം, ലാൻഡ് സ്ലൈഡ് എന്നറിയപ്പെടുന്ന ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം. 99 B ആണ്, സെഫലോകോഡേറ്റയിൽ ആംഫിയോക്സിസും മറ്റും ഉൾപ്പെടുന്ന വിഭാഗമാണ് സെഫാലോകോഡേറ്റ. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ആംഫിമിക്സസ് എന്നത് എന്താണ്? ആംഫിമിക്സസ് എന്ന് പറഞ്ഞാൽ തന്നെ അത് ആംഫിബിയൻ ജീവികളിൽ ചർമ്മം അതൊന്നുമല്ല കേട്ടോ. ആംഫിബിയൻ ജീവികളിൽ ചർമ്മം ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ബീജസംയോഗം നടക്കാത്ത മുട്ടകൾ ഭ്രൂണമായി മാറുന്നതോ ഹോളോബ്ലാസ്റ്റിക്കായി ഭ്രൂണവിഭജനം നടക്കുന്നതോ അങ്ങനെയൊന്നുമല്ല. പുരുഷ പ്രോന്യൂക്ലിയസും സ്ത്രീ പ്രോന്യൂക്ലിയസും തമ്മിൽ സംയോജിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഫിമിക്സിസ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. B ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ. അപ്പോൾ ഈ ആംഫിമിക്സിസ് ഒക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം അല്ലേ. ആ ഒരു ഭാഗമൊക്കെ ആംഫിമിക്സിസ് മാത്രമല്ല, പലതരത്തിലുള്ള പ്രോസസ്സുകളുണ്ട് അല്ലേ. സിംഗമി അല്ലെങ്കിൽ ഇപ്പോൾ ഊഗമി, പല ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഷനുകളുണ്ട് അല്ലേ. അപ്പോൾ അതായത് ലൈംഗിക പ്രത്യുൽപാദനങ്ങളുടെ പല സ്റ്റേജുകൾ, പല വേർഷൻസ്, പല ഘട്ടങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിലൊക്കെ പഠിക്കാം. ഇന്നിതെല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കാണുക, അതുപോലെ ക്വസ്റ്റ്യൻസ് എഴുതി വയ്ക്കണം, അതിൻ്റെ ഓപ്ഷൻസ് ശരിയായ ഉത്തരവ് എഴുതി വയ്ക്കണം. തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്ത് പഠിക്കാനുള്ള ശ്രമം എല്ലാവരും നടത്തണം. ഓക്കെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.